എടാ, നിങ്ങൾക്ക് എന്ത് നോക്കാത്തെ? അമ്മ പുറത്ത് പോയിരിക്കല്ലേ, നിങ്ങൾക്ക് രണ്ടാക്കൊന്ന് നോക്കിക്കൂടെ ഇവിടുത്തെ കാര്യങ്ങൾ? എന്ത് നിങ്ങളിങ്ങനെ? നിങ്ങളൊരു ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ ആരും തരുന്നില്ലല്ലോ. നിങ്ങൾ സ്കൂളിൽ കേടാ, അതോടെ എന്റെ കേടാ. മൊബൈലിൽ വിളിച്ചിട്ട് കൂടി ആരും എടുക്കുന്നില്ല. ആരാന്ന് അറിയണ്ടേ? നിങ്ങൾ വെറുതെ കൊല്ലി ശരിയാക്കാത്തോട്ടാ. മൊബൈൽ വിളിച്ചെടുത്താ അച്ഛാ, ഞാൻ ഹോംവർക്ക് ചെയ്യായിരുന്നു അച്ഛാ, ഞാൻ അതൊന്നും കണ്ടില്ല ചേച്ചാ. എന്താ? ഞാനും കണ്ടില്ല അച്ഛാ, ഞാനും ഇവിടെ ഇങ്ങനെ ഹോംവർക്ക് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് ഒന്നിനൊന്നിന് കാര്യങ്ങളുണ്ടല്ലോ പറയാന്. ഒന്നൊന്ന് കാര്യങ്ങളില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പറയാന്. നിങ്ങൾക്ക് അതല്ലാതെ എന്താ പണി ഇവിടെ? ഞാൻ എന്റെ സ്വഭാവം മാറിയാണ്ടല്ലോ നിങ്ങളൊന്നും ഇവിടെ നിർത്തില്ല. അച്ഛൻ ഞങ്ങളെ കാര്യം നോക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യം നോക്കാനൊക്കെ അറിയാം. അച്ഛൻ ഞങ്ങളെ കാര്യം നോക്കാൻ വരണ്ട. എടാ, അച്ഛനോടല്ലടാ നീ പറയുന്നത്. ഇത് അച്ഛനെല്ലാം മനസ്സിലായി മക്കളെ. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്നെ വിളിക്കാനായല്ലോ. നിങ്ങൾക്ക് ഇത്രയും കൊല്ലം പോറ്റുണ്ടാക്കി നിന്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ. എടാ, നീ ഒരു കാര്യം ആലോചിക്കണം. നിനക്ക് ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ തന്നത് ഞാനാണ്. അത് നീ ആലോചിക്കണം. ചില സമയത്ത് നിങ്ങളൊക്കെ വയ്യാന്ന് പറയുമ്പോഴും അമ്മ നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ പറയും. എന്നാൽ ചെറിയ അസുഖമാണെങ്കിൽ പോലും നിങ്ങളെ ഞാൻ വിടാറില്ല കേട്ടോ. നീ അച്ഛൻ എന്നോട് തുറക്കുത്തരം പറയണ്ട. എനിക്ക് അച്ഛനോട് ഇനി മിണ്ട തന്നെ വേണ്ട. ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന്. ആർക്ക് വേണം? എടാ, നീ അച്ഛനോടല്ലടാ ഇതൊക്കെ പറയുന്നത്. നിനക്ക് ബോധമുണ്ടോ? അച്ഛനോടല്ലടാ നീ ഇതൊക്കെ പറയുന്നത്. എന്ത് ബോധം, ഏത് ബോധം എന്ന് പോലും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് നിങ്ങൾ വെറും ഫോർമാറ്റാണ്. എന്ത് ഫോർമാറ്റടാ? മക്കളെ, ഇനി അച്ഛനെ തപ്പി നിങ്ങൾ ആരും വരണ്ട. അച്ഛൻ പോവാ. എടാ, നീ ഒരു ഒറ്റ കാരണമാണ് ഈ അച്ഛൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നിനക്ക് എല്ലാം അറിഞ്ഞിട്ട് നീയല്ലേ ഇത് കാട്ടിയത്? നീ ഒറ്റ കാരണടാ നീ അച്ഛൻ ഇറങ്ങിപ്പോയത് ഇവിടുന്ന്. നിനക്ക് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നീ ഒരൊറ്റ കാരണമാണ് ഇവിടുന്ന് അച്ഛൻ ഇറങ്ങിപ്പോയത്. മേരിയുടെ അച്ഛനെ വിളിച്ചോണ്ട് പോന്നു. ആര് വിളിക്കാൻ പോകുന്നത്? ഈ അയാളില്ലത് കൊണ്ട് കാരണം നമുക്കൊരു സ്വൈരം അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണം നമുക്ക് കിട്ടുന്നില്ല. പോട്ടെ, എങ്ങോട്ടാ ഇറങ്ങിപ്പോട്ടെ. എടാ, സ്വന്തം അച്ഛനോടല്ലടാ നീ ഇതൊക്കെ പറയുന്നത്. പോടാ. അച്ഛാ, അച്ഛാ, എങ്ങോട്ടാ അച്ഛാ പോകുന്നത്? പറ അച്ഛാ. അച്ഛനിക്ക് ഇനി ഒന്നും പറയാനില്ല മക്കളെ. പറയേണ്ടതൊക്കെ നിങ്ങൾ വലുതായപ്പോ പറഞ്ഞല്ലോ. അത് അച്ഛന് ധാരാളം. അച്ഛാ, അച്ഛൻ ഇനി കാണണ്ട മക്കളെ, അതാ നല്ലത്. ഇങ്ങോട്ട് വാടാ. ഞാൻ അച്ഛനൊക്കെ പോവാൻ നോക്കണ്. എങ്ങോട്ടാ അച്ഛൻ പോട്ടെ? ഇങ്ങോട്ട് പോരെ. നീ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നോളൂ. ഇങ്ങോട്ട് പോരെ. എന്താണ് ഒക്കത്തിന് ഒരു തലവിൻ്റെ കയറി നിൽക്കണട്ടെ. എടാ, ഞാൻ ഇപ്പോഴും പറയുന്നു, അച്ഛൻ ഇതിലും കുഴപ്പം പറ്റുകയാണെങ്കിൽ തല അടിച്ചു പൊട്ടിക്കും ഞാൻ. നീ അച്ഛടുത്ത കാരണമാണ് അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഫ്യൂ ഹവർ ലൈറ്റർ. എടാ കുമാര, നീ ഒരു ഒറ്റ കാരണമാണ് അച്ഛനെ പോയത്. 7:30 മണിയായി രാത്രി. നീ നിലാവൊന്നും നോക്കി അച്ഛൻ ഇതായിട്ട് വന്നിട്ടില്ലടാ. പറയുന്ന പോലെ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നില്ല എന്ന്. അപ്പുറത്തെ ദേശത്തിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് അച്ഛൻ ഇങ്ങോട്ടാടാ പോയത്? അറിയില്ല. എടാ, എനിക്ക് പേടിയാവുന്നു. എടാ, നമുക്കൊന്ന് പോയി നോക്കാം. എങ്ങോട്ട് നമ്മളൊന്ന് പോയി നോക്കി? എനിക്ക് അറിയുന്നില്ലടാ. എനിക്ക് എല്ലാം കൂടിയും പേടിയാകുന്നു. എവിടെ പോയിട്ട് തന്നെ നമ്മൾ അച്ഛനെ തെരഞ്ഞു കണ്ടുപിടിക്കുക? എവിടുന്നാണ് അന്നെ അച്ഛനെ കണ്ടുപിടിക്കാന്ന് പറയടാ. ഒറ്റ കോട്ടട തന്നാണ്ടല്ലോ. ഞാൻ എൻ്റെ മക്കളോടൊന്നും അങ്ങനെ പറയണ്ടായിരുന്നു. അവിടേക്കൊന്ന് പോയി നോക്കാം. മക്കളെ, അച്ഛൻ വന്നടാ മക്കളെ. അച്ഛാ, സോറി അച്ഛാ, ദേഷ്യത്തിൽ ഞാൻ എന്തോ പറഞ്ഞു പോയതാണ് അച്ഛാ.
സോറി മക്കളെ, അച്ഛൻ ആ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയതാ മക്കളെ. അച്ഛനോട് ക്ഷമിക്കാം. ക്ഷമിച്ചു അച്ഛ, ഞങ്ങളെല്ലാവരും ക്ഷമിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾ ഈ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൊന്ന് പറയണേ. അപ്പം എല്ലാവർക്കും ബൈ.